അപ്പോൾ ഒരു വശത്ത് നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന 3 മുന്നണികളും, മറുവശത്ത് ഹാപ്പ്ലെസ് ആയിട്ടുള്ള ഇരകളായിട്ടുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. ഇതാണ് ഇന്നത്തെ ഒരു പോളറൈസേഷൻ. മനസ്സിലായി? അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ക്യാരക്ടർ തന്നെ അടിസ്ഥാനപരമായി വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, കെ എം ഷാഹിൻ സാർ. നിങ്ങൾ ഒരു സംഘടനയുണ്ടല്ലോ, ഈ സേവ് കേരള ഫോറം, അങ്ങനെയല്ലേ അതിൻ്റെ പേര്. അപ്പോൾ ആ സംഘടന നമ്മൾ ഒരു ചെറിയ വിവരം കിട്ടിയതാണ്, എത്രമാത്രം അത് ശരിയാവണം എന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഒരു വിവരം കിട്ടിയ സ്ഥിതിക്ക് താങ്കളെ കണ്ടപ്പോൾ ചോദിക്കാമെന്ന് വിചാരിക്കുകയാണ്. ആ സംഘടന, അതായത് സേവ് കേരള ഫോറം എന്ന സംഘടന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു. അത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. എത്രമാത്രം ശരിയുള്ളതാണ്? എനിക്കതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, ഇത് സേവ് കേരള ഫോറം എന്ന് പറഞ്ഞൊരു സംഘടനയല്ല, ഇതൊരു വേദിയാണ്. അപ്പോൾ ആ വേദിയെ സംബന്ധിച്ചിടത്തോളം ആ വേദിയുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അഴിമതിക്കെതിരെ, ഭൂമി കൈയേറ്റത്തിനെതിരെ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണം, പോലീസ് അതിക്രമം, മനുഷ്യാവകാശ ലംഘനം, ഇത്തരം മേഖലകളിൽ അചഞ്ചലമായ വിട്ടുവീഴ്ചയില്ലാതെ, അതായത് അൺകോംപ്രമൈസിങ്ങും അണ്ടർലെൻഡിങ്ങുമായി സമരം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 2023 നവംബർ 12 എറണാകുളത്ത് വെച്ച് ഞങ്ങൾ രൂപീകരിച്ചൊരു വേദിയാണ് സേവ് കേരള ഫോറം. അത് രൂപീകരിച്ച് 2-3 മാസം കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ പോലും അങ്ങനെ ഒരു വേദി ഉണ്ട് എന്നും ആ വേദി വിട്ടുവീഴ്ചയില്ലാത്ത സമരം ചെയ്യുന്നൊരു വേദിയാണ് എന്നുമുള്ള ഒരു ബോധ്യം ജനങ്ങളുടെ ഇടയിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ വേദി തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകണോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ കുറച്ച് കാലമായിട്ട് നടത്തുകയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട പശ്ചാത്തലം എന്ന് പറയുന്നത് 2 ആണ്. ഒന്ന്, കേരളത്തിലെ ഭരണകൂടം ഏറ്റവും കൂടുതൽ പുഴുത്തുനാറി അഴുകി പുഴുവിരിച്ച് നിൽക്കുന്നതാണെന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ദൈനംദിനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് ഇതിനെതിരായി ഒരു മുന്നേറ്റമുണ്ടാക്കാൻ, ജനങ്ങളെ സംഘടിപ്പിക്കാൻ, ജനങ്ങളുടെ ഇടയിൽ ബോധമുണ്ടാക്കാൻ, അവരെ അവബോധമുണ്ടാക്കുന്നവരാക്കി മാറ്റാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നതേയില്ല എന്നുള്ളതാണ് ഒരു പുതിയതായി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു സാഹചര്യം. സാധാരണ ഇതിൽ നമ്മളിവിടെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർക്കാരുകൾ മോശമാകുമ്പോൾ പ്രതിപക്ഷം അതിൻ്റെ ദൗത്യം നിർവഹിക്കുന്നത് വളരെ ശക്തമായിട്ട് കയറി വരും. അതെ, അതിൽ നല്ല പ്രതിപക്ഷത്തെയും കണ്ടിട്ടുണ്ട്, സാധാരണ രീതിയിലുള്ള പ്രതിപക്ഷം. ഇപ്പോൾ നല്ല പ്രതിപക്ഷം വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നുണ്ടാകും, സാധാരണ രീതിയിലുള്ള പ്രതിപക്ഷം ഉമ്മൻചാണ്ടി ഉണ്ടപ്പോൾ. പക്ഷേ ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് വട്ടപൂജ്യമായിട്ടുള്ള പ്രതിപക്ഷം, അല്ലെങ്കിൽ മൈനസ് പോലെയാണ് അതിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-2.5 വർഷ കാലത്തെ അനുഭവം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000 ആളുകളെ വെച്ചിട്ട് ഒരു പ്രക്ഷോഭം നടത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. നിയമ പോരാട്ടങ്ങൾ നടത്താനേ കഴിഞ്ഞിട്ടില്ല. കുറച്ച് പത്രസമ്മേളനങ്ങളും കുറച്ച് പിന്നെ പത്രപ്രസ്താവനകളിലും മാത്രമായി ചുരുങ്ങിക്കഴിയുന്നു. പാർട്ടിക്ക് അകത്ത് തന്നെ ഈ അന്തഛിദ്രം വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ പുതിയ നേതൃത്വം വന്നപ്പോൾ പുനഃസംഘടന ഉണ്ടാകും 4 മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞിട്ട് 2-2.5 വർഷം കഴിഞ്ഞിട്ടും അത് ഉണ്ടാവുന്നില്ല. അതിനേക്കാളൊക്കെ പ്രധാനം UDF-നകത്ത് തന്നെ LDF-നെ സഹായിക്കുന്ന ഒരു കേന്ദ്രം വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു. എന്തെങ്കിലും സമര പോരാട്ടം എടുക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി നിന്ന് പുറകോട്ട് വലിക്കും. അപ്പം അത്യസാധാരണം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നു. 1. 2, ഈ 3 മുന്നണികളും ഒരു താല്പര്യം മാത്രമാണ് സംരക്ഷിക്കുന്നുള്ള നിലയിലുള്ള ബോധ്യം ആളുകളുടെ ഇടയിൽ വലിയ തോതിൽ വർദ്ധിച്ചു വരും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ കരിമണൽ വിഷയത്തിൽ തന്നെ എല്ലാ പാർട്ടികളും കോംപ്രമൈസ്ഡ് ആണ് എന്നുള്ള ഒരു ബോധ്യം ആളുകളുടെ ഇടയിൽ ശക്തമായി വരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെതിരെ അണ്ടർലെൻഡിങ് ആയി ഒരു നിലപാടെടുക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയാത്ത ഒരവസ്ഥ വരുന്നു. കാരണം അവർ കോംപ്രമൈസ്ഡാണ്. അവിടെയാണ് സേവ് കേരള ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേദിയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അണ്ടർലെൻഡിങ്ങും അൺകോംപ്രമൈസ്ഡുമായി ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സ്വാഭാവികമായും ഈ പ്ലാറ്റ്ഫോം ഇപ്പോൾ തന്നെ ഈ രംഗത്തേക്ക് വരേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കാരണം ഈ 3 മുന്നണികളും ഒരേ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. അപ്പോൾ ഒരു വശത്ത് നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന 3 മുന്നണികളും, മറുവശത്ത് ഹാപ്പ്ലെസ് ആയിട്ടുള്ള ഇരകളായിട്ടുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. ഇതാണ് ഇന്നത്തെ ഒരു പോളറൈസേഷൻ. അപ്പോൾ ഈ പോളറൈസേഷനിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരാൻ ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിൽ ആ സ്പേസിലേക്കൊന്ന് കടന്നു കയറാനുള്ള ശ്രമം, ജനങ്ങളുടെ താല്പര്യങ്ങൾ എടുത്തുകൊണ്ട് അചഞ്ചലമായി വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്യുന്ന ഒരു സംവിധാനമായി മാറാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സേവ് കേരള ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേദി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു സമരം നടത്തുന്നത് പോലെയോ മറ്റൊരു നിയമ പോരാട്ടം നടത്തുന്നത് പോലെയോ അല്ല. തിരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് പറയുന്നത് ഒരു കൃത്യമായ ജനകീയ പോരാട്ടം തന്നെ. ആ പോരാട്ടത്തിന് കുറച്ച് നേതാക്കന്മാരോ ഒരു വേദിയോ മാത്രം പോരാ. അതായത് താഴേക്കിടയിൽ വോട്ട് അഭ്യർത്ഥിച്ച് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു
ഒരു സംവിധാനം വേണം, അതിനുള്ള കുറച്ച് പ്രവർത്തകർ നമുക്ക് വേണം. അത്തരത്തിലുള്ള പിന്നെ ഈ പ്രാദേശികമായി ഗ്രാസ് റൂട്ടിലെത്തുന്ന ചില സംഘടനാ സംവിധാനങ്ങൾ വേണം. അപ്പൊ ആ ഒരു ചിട്ടയായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം ഇല്ലാതെ ഒരു വേദിക്ക് അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക്, താങ്കൾ വേദി എന്ന് പറഞ്ഞു, ഒരു വേദിക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നേരിടാൻ കഴിയുക? നിങ്ങൾക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വയ്ക്കാനുള്ള മുദ്രാവാക്യങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്നല്ലാതെ നിങ്ങൾ വോട്ട് നേടുക, വോട്ടിംഗ് പിന്നെ നിലവാരം നോക്കുക, അതിന്റെ പെർസെന്റേജ് കണക്കാക്കുക എന്നതാണ് ഒരു വേദിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതെങ്ങനെ? അല്ല, അത് അതിൻ്റെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സേവ് കേരള ഫോറം എന്ന് പറഞ്ഞ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ശതമാനം വോട്ടുണ്ടാക്കാൻ വേണ്ടി മത്സരിക്കുക എന്നുള്ളതല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഈ വേദിയുടെ ലക്ഷ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ അതിനകത്തൊക്കെ കുറേ യുക്തിയുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ രംഗവും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ആഴത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയണം. അതായത് ബൂത്ത്, ഈ കോർണർ യോഗങ്ങൾ, താഴെത്തട്ടിലുള്ള ആളുകളുടെ പ്രവർത്തനം, വീട് കയറിയുള്ള സന്ദർശനം, അതൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനത്തെ തുടർന്ന് ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നടത്താൻ, ഇപ്പോൾ CPM തന്നെ ഈ പറഞ്ഞ പോലെ കോർണർ യോഗങ്ങൾ, എല്ലാ വീടുകളിലുള്ള സന്ദർശനം, ഇതൊന്നും അവരെ കൊണ്ട് പോലും പറ്റുന്നില്ല. അവരുടെ പോലും യോഗത്തിനൊന്നും ആളുകൾ വരുന്നില്ല. അവർ പോലും ഏറ്റവും ശക്തമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലെ പ്രസൻസാണ്. ഇന്നിപ്പോൾ ഞാൻ കണ്ടു CPIയിൽ എന്തോ സ്മാർട്ട് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സംസ്ഥാന കമ്മിറ്റിയും ഈ സോഷ്യൽ മീഡിയയിലേക്കാണ് വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ കടന്നാക്രമണത്തെ തുടർന്ന്, ഒരു കടന്നുകയറ്റത്തെ തുടർന്ന് നിങ്ങൾ ഈ പറഞ്ഞ മറ്റ് സാധനങ്ങളെല്ലാം ബാക്ക് സീറ്റിലേക്ക് പോയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുഭവം നമ്മൾ നോക്കുക. ഇപ്പോൾ 2014 ആം ആദ്മി പാർട്ടി വന്നു. ഇതൊന്നും അവർക്ക്, നിങ്ങളീ പറഞ്ഞ ഒന്നും അവർക്കുണ്ട്, ബൂത്തും ഇല്ല, കോർണർ യോഗങ്ങളില്ല, ഒന്നുമില്ല. അവർ വന്നു 3 പ്രാവശ്യം അവർ അതിന് ശേഷം വന്നു. നമ്മൾ 2014 മുമ്പ് അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇപ്പോൾ എന്നെപ്പോലും അതിന് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ ഞാൻ പോലും കേട്ടിട്ടില്ല. ഇനി 2014 ആം ആദ്മി പാർട്ടി കേരളത്തിൽ എല്ലായിടത്തും മത്സരിച്ച് ഇപ്പോൾ എറണാകുളത്ത് അനിതാ പ്രതാപ് എന്ന് പറഞ്ഞൊരു സ്ത്രീ മത്സരിച്ചു. അവർക്ക് മലയാളം പോലും അറിയില്ലായിരുന്നു. അന്ന് ആം ആദ്മി പാർട്ടി എന്നുള്ള പേര് മാത്രമുള്ളൂ, ഒന്നുമില്ലായിരുന്നു. 50,000 വോട്ട് അവരവിടെ പിടിച്ചു. ഇനി നമ്മൾ 2021 അനുഭവം നമ്മൾ എടുത്തു നോക്കൂ. എറണാകുളം ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ 2020 എന്ന് പറഞ്ഞൊരു സംവിധാനം മത്സരിച്ചു. അവർക്കും ഈ പറഞ്ഞ പോലെ ബൂത്തും കോർണർ യോഗങ്ങളും ഇതൊന്നും താഴെത്തട്ടുള്ള സാധനമൊന്നും ഉണ്ടായിരുന്നില്ല. 15% വോട്ട് പിടിച്ചു. മനസ്സിലായി? അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ക്യാരക്ടർ തന്നെ അടിസ്ഥാനപരമായി വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനെന്ന് പറഞ്ഞ വ്യക്തി തന്നെ ഇപ്പോൾ നാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ഇത് എങ്ങനെ മാറി? ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് എനിക്ക് പെൻഷനില്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാര്യയ്ക്ക് ജോലിയില്ല, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ്, എനിക്ക് പാർട്ടിയില്ല, ബൂത്തില്ല, ഒരു സാധനവും ഇല്ലാത്ത ഞാൻ എങ്ങനെ ഇത്രയും ജനങ്ങളുടെ ഇടയിലെത്തി? അത് നോക്കുമ്പോഴാണ് എൻ്റെ പ്രതിപക്ഷം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന് 1100 വീഡിയോ ചെയ്തിട്ടുണ്ട്. 1,43,000 എന്നുവെച്ചാൽ ഒരു TV ചാനലുണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ആ ചാനലിനേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ 3,29,00,000 വ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഇതുവരെ, രണ്ട് വർഷത്തിൽ. എന്ന് പറഞ്ഞാൽ 3,29,00,000 പ്രാവശ്യം ജനങ്ങൾ KM ഷാജഹാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് സന്ദർശിക്കും. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? എന്താ പറയുക, അത് ഒരു വീഡിയോ മാത്രമാണ് ഞാൻ ഒരു ദിവസം ചെയ്യുന്നത്. എന്നിട്ട് പോലും ആളുകൾ ഇത്രയും ചെയ്യുന്നു കാണുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആളുകളുടെ മനസ്സിലേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1,200 വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. വേറൊരു ട്രൂത്ത് ടാഗ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു യൂട്യൂബ് ചാനൽ, അതിലൊരു 1,200 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ഞാനിപ്പം ഹൈപ്പോത്തറ്റിക്കലായി ഞാനൊരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയാൽ ഏതാണ്ട് ഒരു 2,000 വീഡിയോകൾ എൻ്റെ പൊതുമണ്ഡലത്തിലുണ്ട്. ഈ ഓരോ വീഡിയോയിൽ നിന്ന് നമ്മളൊരു 2 റീല് വീതം മുറിച്ചെടുത്താൽ ഒരു 4,000 റീൽസും കൂടി പൊതുമണ്ഡലത്തിലേക്ക് വരും. മനസ്സിലായി? പിന്നെ എല്ലാ ദിവസവും ഭരണകൂടത്തിനെതിരെ എതിർപ്പ് പ്രധാനമായും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ്, ഇന്നുൾപ്പെടെ. ഇന്ന് തന്നെ ഞാൻ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഇന്നലത്തെ വീണ വിജയൻ്റെ വിഷയമായി കൊടുത്തിട്ടാണ്. അപ്പോൾ ആ നിലയിൽ സംഘടിതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെക്കാളൊക്കെ കൂടുതൽ ഈ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിലുള്ള ഞങ്ങളുടെ ഒരു ക്ലാരിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വേദി ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഈ ഭരണകൂടത്തിനകത്ത് പോരാടുന്ന 100 കണക്കിന് സംഘടനകളുണ്ട്.
ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിലെ ആണെന്ന് വിചാരിക്കും. ആലപ്പുഴയിലാണെങ്കിൽ ആലപ്പുഴയിലുള്ള കരിമണൽ സെറ്റുകാർ ഒരു കരിമണലിനെതിരെ ഉള്ള അവരുടെ തോട്ടപ്പള്ളി വലിയ സജീവമാണ് അവർ, മനസ്സിലായി. പിന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ, അവരുടെ സംഘടനകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ നിങ്ങൾ മലപ്പുറത്തേക്ക് എന്ന് കഴിഞ്ഞാൽ അൻവറിനെതിരെയൊക്കെ സമരം ചെയ്യുന്ന KV ഷാജി ഒരു സെറ്റുകാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ജനകീയ സംഘടനകളുണ്ട് വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്യുന്നത്. അവരെ എല്ലാവരെയും എവിടെയാണോ സേവ് കേരള ഫോറം മത്സരിക്കുന്നത് അങ്ങോട്ടേക്ക് കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ശ്രമം നടത്തിയാൽ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2006 ഞാൻ VS അച്യുതാനന്ദനോട് ജോലി ചെയ്യുമ്പോൾ ആളുകൾ എന്നോട് ചോദിക്കുന്നത് VS പാർട്ടി എതിരാണ്, VS യൂസുഫ് അലി എതിരാണ്, മറ്റവനെതിരാണ്, പിണറായി എതിരാണ്, ഇവരെതിരെ ഇതെങ്ങനെയാണോ ഇത് കഴിയുന്നതെന്ന് ചോദിക്കായിരുന്നു. പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു? പാർട്ടി എതിർത്തിട്ട് പോലും VS മത്സരിക്കാൻ കഴിഞ്ഞു. അപ്പം അതുപോലുള്ള അനുഭവങ്ങളിലൊക്കെ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരാളാണെന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ആണ്. എന്ന് മാത്രമല്ല, എനിക്ക് കിട്ടുന്ന പ്രതികരണം എന്ന് പറഞ്ഞാൽ അത്യഭൂതപൂർവ്വമാണ്. എന്താണെന്ന് അറിയാം, ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ നടത്തിയ പ്രവർത്തനം, അപ്പം ഞാനാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതെങ്കിൽ അതാണ് ഏറ്റവും വലിയ അസറ്റ്. ഇപ്പോൾ VS അച്യുതാനന്ദൻ 2001 മുതൽ 2006 വരെ നടത്തിയ പ്രവർത്തനമാണ് 2006 സീറ്റുകളായി മാറിയത്. പിന്നെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ റിസ്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ റിസ്ക് നോക്കാനാണെങ്കിൽ 2019 CPM ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. എന്ന് മാത്രമല്ല, മാരാരിക്കുളത്ത് അച്യുതാനന്ദൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായിരുന്നു, മുഖ്യമന്ത്രി അന്ന് അച്യുതാനന്ദൻ തോറ്റിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എലമെൻ്റ് എല്ലായിടത്തും ഉണ്ടെങ്കിലും ഞങ്ങളുടെ വേദിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. ഞങ്ങൾക്കൊരു സ്പേസ് കിട്ടും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആ കോൺഫിഡൻസ് ഉള്ള സ്ഥിതിക്ക് എത്ര സ്ഥലങ്ങളിൽ മത്സരിക്കാൻ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു ധാരണയോ അതിനുള്ള ഒരു വീക്ഷണമോ ഉണ്ടായിട്ടുണ്ടോ ഈ സംഘടനയ്ക്ക്, ഈ വേദിക്ക്? അങ്ങനെ എത്ര ഒരു സ്ഥലത്ത് മത്സരിക്കാനാണ് ആലോചന നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ഒരു സ്ഥലത്ത്. അത് KM ഷാജനായിരിക്കും? അല്ല, അത് ഇപ്പം അങ്ങനെ ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കൂടായികയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വേദിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആൾ ഞാനായതുകൊണ്ടും ഞാൻ കഴിഞ്ഞ സ്വാഭാവികമാണ്, ചോദ്യത്തിന് യുക്തിയുണ്ട്. കഴിഞ്ഞ 1-2 വർഷക്കാലമായിട്ടും ഈ പ്രവർത്തനങ്ങൾ ദൈനംദിനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും ആ സ്ഥാനാർത്ഥി മത്സരിക്കണം സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഞാനാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ലോക്സഭയിലേക്കാണ് മത്സരിക്കുന്നത്, ലോക്സഭ സീറ്റിലേക്കാണ് മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്, കാരണം വരാൻ പോകുന്ന ലോക്സഭ തിരഞ്ഞെടുപ്പാണ്, നിയമസഭ തിരഞ്ഞെടുപ്പല്ല. അപ്പോൾ ലോക്സഭയിലെ തിരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വേദി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഉള്ള ഒരു ലക്ഷ്യമുണ്ടാവും. അതായത് നിങ്ങളുടെ പ്രചരണ ആയുധം എന്താണെന്നുള്ളത്. അത് കേരളത്തിലെ ഈ ദുഷിച്ചു നാറിയ കേരള സർക്കാരിന് എതിരായിട്ടുള്ള ഒരു പ്രചരണമാണോ നിങ്ങൾ നടത്താൻ പോകുന്നത്, അതോ കേന്ദ്രത്തിലെ ഈ മോദി ഭരണകൂടത്തിന്റെ പോരായ്മ? കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടുതൽ മോദി ഭരണത്തിൽ ഞാൻ പറഞ്ഞത് ഹൈപ്പോത്തറ്റിക്കലായി നമുക്ക് അങ്ങനെ പറയാം. എന്നാൽ പോലും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കൽ കേരളത്തിലെ വിഷയങ്ങളായിരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 2019 തെരഞ്ഞെടുപ്പ് എടുക്കുക. 2019 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയം ശബരിമലയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ വന്നത്. 2024 ഈ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ദൂഷിച്ച ഭരണമായിരിക്കും. നമ്പർ 1. നമ്പർ 2 അതായിരിക്കും. നമ്പർ 2 മോഡി ആയിരിക്കും, മോഡിയുടെ നയങ്ങളായിരിക്കും. ആ കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണായുധം എന്ന് പറയുന്നത് കേരളത്തിലെ ഈ ഗവൺമെൻറ്, പുറത്തുനാറിയ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരം നമ്പർ 1 ആയിരിക്കും കൂടുതലും കേന്ദ്രീകരിക്കുക സ്വാഭാവികമായും. പക്ഷേ മറ്റത് എന്തായാലും കയറി വരാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും കയറി വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ജനങ്ങളുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് ജനവിരുദ്ധത ആയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വേദിയുടെ ഒരു നിരീക്ഷണം. അല്ല, അങ്ങനെ വരുമ്പോൾ എനിക്ക് വേറൊരു നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഈ വോട്ട് ഭിന്നിച്ചു പോവുക എന്നുള്ളൊരു സംവിധാനമുണ്ട്. അതായത് ഈ പറയുന്ന നമ്പർ 1 എന്ന ആ ഒരു ആശയത്തിന് എതിരായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ജീർണതയ്ക്കെതിരായിട്ട് നിങ്ങൾ പ്രചരണ രംഗത്തിറങ്ങുമ്പോൾ ആ ജീർണതയ്ക്കെതിരായ വോട്ടുകൾ ഒരുമിച്ച് ഒരിടത്ത് കൂടേണ്ടത് ഒരു ആവശ്യമുണ്ട്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ജീർണതയ്ക്കെതിരെ നമുക്ക് ചോദ്യം ചോദിക്കാനും വിരൽ ചൂണ്ടാനും അതിനെ തകർക്കാനും നമുക്ക് അതിനെതിരായിട്ടുള്ള വോട്ടുകൾ ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നുണ്ട്. പക്ഷെ താങ്കളെ പോലുള്ളവർ ഇങ്ങനെ മത്സരിക്കുമ്പോൾ അങ്ങനെ ആ വിരുദ്ധ വോട്ടുകൾ മുഴുവനും, ഈ ജീർണതയ്ക്കെതിരായിട്ടുള്ള വിരുദ്ധ വോട്ടുകൾ മുഴുവനും ഭിന്നിച്ചു പോകാൻ സാധ്യതയില്ല. അല്ല, എന്താ പറയുക, അതിനകത്തൊക്കെ തന്നെ ധാരണകളിൽ പെശകുണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പെശകുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഭിന്നിച്ചു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ ഈ ഗവൺമെൻറ്റിനെതിരായി വോട്ടുകളെ ഏറ്റവും കൂടുതൽ ധ്രുവീകരിക്കുന്ന ഒരു ശക്തി പ്രതിപക്ഷമാകണമായിരുന്നു.
ഈ ഗവൺമെൻറ്റിനെതിരെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ധ്രുവീകരിക്കുന്ന ഒരു സംവിധാനം പ്രതിപക്ഷമായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തൂലായിരുന്നു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ ഗവൺമെൻറ്റിനെതിരെ ഒരു ശക്തി എന്നുള്ള നിലയിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുള്ളതാണ്. അത് പൂർണ്ണമായി തകർന്നടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായി? അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിരീക്ഷണം എന്ന് പറയുന്നത്, ഒന്ന് ഈ പുഴുത്തു നാറിയിട്ടുള്ള ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള എതിരായിട്ടുള്ള എതിർപ്പ്, രണ്ട് അതിനെതിരായി പടപൊരുതാൻ പറ്റാത്ത പ്രതിപക്ഷത്തിൻ്റെയും വലിയ തോതിലുള്ള വോട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മനസ്സിലായി? കാരണം CPM അണികൾക്കാണ് ഇന്ന് CPM ഏറ്റവും കൂടുതൽ വിരോധം. പക്ഷേ CPM എതിർക്കാൻ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധാനത്തിൽ കാണാത്തതുകൊണ്ട് അതിനകത്തും വലിയ തോതിലുള്ള അസംതൃപ്തിയുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തിൽ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രതീക്ഷകളുണ്ട്. ഒരു വിട്ടുവീഴ്ചയില്ലാതെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളി കോംപ്രമൈസ്ഡാണ്. അവർക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അവർക്ക് പറയാൻ പറ്റില്ല. കാരണം രാജിവെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി ഇതുപോലുള്ള ആളുകളുടെയൊക്കെ കാര്യങ്ങൾ ഉയർന്നു വരും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനത്തെ വിഷയം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾക്കൊരു ക്രെഡിബിലിറ്റി ഉള്ളതുകൊണ്ടും എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള അസംതൃപ്തരുടെ വോട്ടുകൾ ഞങ്ങളുടെ പെട്ടിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതൊരു ശുഭപ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ശുഭപ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞോ? അത് എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അതോ പ്രഖ്യാപിക്കാൻ നിങ്ങൾ തീരുമാനം ഏതെങ്കിലും ദിവസം നിശ്ചയിച്ചിട്ടുണ്ടോ? അല്ല, അതിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ 1-2 ദിവസത്തിനുള്ളിൽ ഒരു പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് ഇത് പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് ഏതാണ്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുക. അപ്പോൾ എല്ലാവിധ ആശംസകളും. കാരണം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ സങ്കീർണമായിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മത്സരം തന്നെയായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. KM ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള ഒരു സേവ് കേരള വേദി എന്ന് പറയുന്ന സ്ഥാപനവും ആ ഒരു വേദിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് താങ്കൾക്കുള്ളത്. എല്ലാ ആശംസകളും. ഒരു വിജയം നേരത്തെ തന്നെ ആശംസിക്കുന്നു.